Hi guys, welcome back to my another video. It's me, Devil Boy Gamers. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ആപ്പ് ആയിട്ടാണ്. ആപ്പിൻ്റെ പേര് കീ മാപ്പർ എന്നാണ്. അപ്പോൾ ഈ ആപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വോല്യൂം ബട്ടൺസിനൊക്കെ കീബോർഡ് ബട്ടൺസ് ആക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഇതൊന്ന് ക്യൂ ബട്ടൺ ആക്കിയതാണ് ഞാനൊന്ന്. പിന്നെ F5 ബട്ടണൊക്കെ വെക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഫസ്റ്റിൽ തന്നെ കീ മാപ്പർ ഓണാക്കാം. കീ മാപ്പർ ഓണാക്കി കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഒരു ഇതുണ്ടാവും, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ രണ്ടാമത് വരുന്നതിന് ഇനേബിൾ അടിക്കുക. ഇനേബിൾ അടിച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിലേക്ക് പോകും. ഏറ്റവും അടിയിലുണ്ടാവും കീ മാപ്പർ ഓഫ് ആയിക്കും, അത് ഓണാക്കുക. ആക്സസിബിലിറ്റി പെർമിഷനാണ്, അത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇനേബിളായി. പിന്നെ രണ്ടാമത്തത് ഒന്ന് ജസ്റ്റ് നെക്കിങ്ങാണ്ടൊന്ന് ബാക്ക് അടിച്ചാൽ മതി. അത് വലിയ കാര്യമൊന്നുമല്ല. ഇനിയിപ്പോൾ നെക്കിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഒന്ന് ബാക്ക് അടിക്കുക. ഇനി അടുത്ത നമുക്ക് നെക്സ്റ്റ് കൊടുത്തുകൊണ്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. അത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നടുവിലുണ്ടാവും ഒരു പ്ലസ് ബട്ടൺ. ആ പ്ലസ് ബട്ടണിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അവിടെ റെക്കോർഡ് ഇതുണ്ടാവും. ആ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കണ്ട് നമ്മളെ വോയിസ് ബട്ടൺ ഏതാ വേണ്ടി വെച്ചാൽ അതൊക്കെ ഞാൻ വോല്യൂം ഡൗൺ ആണ് നിൽക്കുക. അത് നിൽക്കിയിട്ട് ആക്ഷനിൽ പോയിട്ട് ആക്ഷനിൽ ഇതാക്കിങ്ങാണ്ട് ഇൻപുട്ട് കീബോർഡിൽ കയറിങ്ങാണ്ട് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ നമുക്കിത് ക്യൂ ബട്ടൺ ആക്കാം. അപ്പോൾ ക്യൂ സെലക്ട് ചെയ്യുക. ക്യൂ സെലക്ട് ചെയ്തുങ്ങാണ്ട് നെവർ ഷോ അഗെയിൻ എന്നടിക്കുക. അപ്പം അങ്ങനെ റെഡ് കളറിൽ എറർന്ന് കാട്ടും. അപ്പം അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർമിഷൻ ചോദിക്കുക. അതിൽ അടിയത്തെ പെർമിഷൻ കൊടുക്കുക. ആ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇതും കൂടി ഉണ്ടാവും. അതും കൂടി ആ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഓക്കെ നിൽക്കിങ്ങാണ്ട് അപ്പോൾ സെറ്റിങ്സിലേക്ക് പോകും. ഓക്കെ വയ്ക്കാൽ അപ്പോൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ കീ മാപ്പർ ഉണ്ടാവും. അത് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അലോ അടിക്കുക. അപ്പോൾ നമ്മളെ ക്യൂ ബട്ടൺ ആയിട്ടുണ്ട്. ഇതേ മെത്തേഡ് വെച്ചുകൊണ്ട് F5 ബട്ടണും നമുക്ക് വെക്കാം. F5 ഇവിടുന്ന് ഇതാക്കിങ്ങാണ്ട് സേവ്, അടിയിലുണ്ടാവും ഒരു സേവ്, അതിലും പിടിച്ച് നിൽക്കുക. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടെണ്ണം നമ്മൾ നേരത്തെ വെച്ചത്. ഇനി നമുക്ക് പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം മൈൻക്രാഫ്റ്റിൽ പോയിട്ട്. അതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെ മോഡിലേക്ക് ഇതാക്കി കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ഉണ്ടാവും. അവിടെ വോല്യൂം ഡൗൺ ബട്ടൺ നിൽക്കി ഇങ്ങനെ ക്യൂ എന്ന് വരും. അപ്പോൾ F5 ബട്ടൺ ഇവിടെ വർക്ക് ചെയ്യില്ല. അടിയത്തെ വോല്യൂം ഡൗണും നിൽക്കി വെക്കുക വർക്ക് ചെയ്യണ്ടോന്ന്. പിന്നെ ഇനിയിപ്പോൾ ചിലർക്ക് ഉണ്ടാവും കീബോർഡ് ഓപ്പൺ ആക്കാൻ കഴിയില്ല. അപ്പോൾ അത് അത്ര നിൽക്കിയിട്ടും ഇവിടെ കീബോർഡ് ഓപ്പൺ ആവില്ല. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ മോഡിലേക്ക് ആക്കുക. നേരെ മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഒരു പെൻസിൽ ബട്ടൺ ഉണ്ടാവും. അതിൽ പിടിച്ച് നിൽക്കുക. അതിൽ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരു സ്വിച്ച് ഇൻപുട്ട് മെത്തേഡ് ഉണ്ടാവും. അത് മുകളിലേക്ക് വെച്ചുങ്ങാണ്ട് ആ സ്വിച്ച് ഇൻപുട്ട് കീബോർഡ് മെത്തേഡ് നോക്കിങ്ങാണ്ട് Gboardൽ ഇടുക. Gboardൽ ഇട്ടുങ്ങാണ്ട് ഇതിമേ പിടിച്ച് നിൽക്കിയാൽ കീബോർഡ് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ കീബോർഡ് അങ്ങനെ ഓപ്പൺ ആവുക. അപ്പോൾ ഇത് രണ്ടും കൂടി ഒപ്പരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെക്കൊണ്ട് കീബോർഡ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ആക്കിങ്ങാണ്ടാക്കുക. ഇനിയിപ്പോൾ നമുക്ക് F5 ബട്ടൺ ഉപയോഗിക്കേണ്ടതുണ്ട്. കീ മാപ്പറിലേക്ക് ആക്കിയ F5 ബട്ടണായി. അപ്പോൾ ഇനി നമുക്ക് മൈൻക്രാഫ്റ്റിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ മൈൻക്രാഫ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്നുങ്ങാണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ F5 ബട്ടൺ നല്ല വൃത്തിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. F5 ബട്ടൺ ഞാൻ വോല്യൂം അപ്പ് ബട്ടൺ നിൽക്കുമ്പോൾ F5 ആണ്. പിന്നെ വോല്യൂം ഡൗൺ നിൽക്കുമ്പോൾ വലിച്ചെറിയുന്നുണ്ട്. ക്യൂ ബട്ടൺ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നല്ല വർക്ക് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ.